അപ്പം വീണ്ടും ഞാനൊരു ഐറ്റമായിട്ട് എത്തിയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് നല്ല കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് റൗണ്ടിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ്, ലേശം കുരുമുളക് പൊടി, ഒരു ശകലം മസാലപ്പൊടി, ഒരു ശകലം മുളക് പൊടി, ഇത്ര ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് പുരട്ടി ഒരു 5 മിനിറ്റ് പുരട്ടി വെച്ചിട്ട് നമുക്കിത് മെഴുക്കുവരട്ടിയാക്കി റെഡിയാക്കി എടുക്കാം. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗേസ് നമുക്കിതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇടാം. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് ലേശം. ഇനി ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇടാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ശകലം മസാല, നമ്മളെ ഗരം മസാല ഉണ്ടല്ലോ, അതൊരു ലേശം ഇടുക. ഒരു ശകലം മുളക് പൊടി കൂടി ചേർക്കാം. നമുക്ക് ഇച്ചിരി കുറച്ച് ശകലം മതി. ഒത്തിരി എരിവ് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് മുളക് പൊടി ശകലം മതി. കാരണം നമ്മളൊരു ലേശം കുരുമുളക് പൊടി കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഇളക്കി മിക്സാക്കി വയ്ക്കുക. അപ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒരു 5 മിനിറ്റായി നമ്മളത് ഇളക്കി മിക്സാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കടുക് താളിച്ച് നമുക്കിനി നല്ല അടിപൊളിയായിട്ട് മെഴുക്കുവരട്ടിയാക്കി റെഡിയാക്കി എടുക്കുക. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് നല്ല ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതാ റെഡി ആയിട്ടുണ്ട്. 2 വത്തൽ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കുക. നമ്മളെ കോവയ്ക്ക നമ്മളിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റത്തേക്ക് വേണം, കാരണം ഇച്ചിരി വേവ് കൂടുതലല്ലേ കോവയ്ക്ക. അപ്പോൾ പയർ പോലെ അല്ലല്ലോ, പെട്ടെന്ന് വേഗത്തിൽ ഇച്ചിരി സമയം പിടിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റത്തേക്ക് നമുക്കിത് വേവിച്ച് നന്നാക്കി വഴറ്റി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഗേസ് നമ്മളതാ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ശകലം വെളിച്ചെണ്ണയോട് ഒഴിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് പാകത്തിനങ്ങ് എടുത്ത് കഴിച്ചാൽ മതി. ഫ്രഷ് ചൂടോടെ കഴിക്കുക. അപ്പോൾ ശരി, ബൈ. അടുത്തൊരു ഐറ്റമായിട്ട് വീണ്ടും ഞാൻ വരും. സൈനിങ് ഓഫ് ഗീത സാബു.